നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ എല്ലാവരും കൂടെ ഒരു സമ്മേളനം? ആരും ഫുഡൊന്നും കഴിക്കുന്നില്ലേ? എനിക്ക് നല്ല വിശപ്പ്, ഞാൻ കഴിക്കാൻ പോവാ. ഒന്ന് നിന്നേ, നല്ല വിശപ്പ് കാണും. ഒരു വലിയ സംഘടനമൊക്കെ കഴിഞ്ഞു വന്നതല്ലേ? എന്താ ദിനേശൻ തമാശ പറയാ? തമാശയൊന്നുമല്ല. സിനിമയിൽ ചില രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? ഒരു കൊടും വില്ലത്തി അവരുടെ ചില കാര്യസാധ്യത്തിനായി സ്വന്തം അച്ഛനെയും അമ്മയും തന്നെ രഹസ്യ കേന്ദ്രത്തിൽ ബന്ധിച്ചു വയ്ക്കുന്നു. എന്നിട്ട് ആ വില്ലത്തിയുടെ ലക്ഷ്യം സാധിക്കാനായി അവരുടെ വീട്ടുകാരോട് തന്നെ വിലപേശുക. അയ്യോ, ഇത് ഏത് സിനിമയിലെ ദിനേശ? അതൊക്കെ പല സിനിമയിലും കണ്ടിട്ടുണ്ട്. പക്ഷേ ആ സംഭവം ഇപ്പൊ മംഗലശ്ശേരിയിൽ നടന്നു. ദിനേശൻ എന്താ ഇതിപ്പോ എന്നോട് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമ്മൾ സ്ഥിരം കാണുന്നവരെ പർദ്ദയിട്ടാലും തിരിച്ചറിയാൻ പറ്റും. ആ പർദ്ദയിട്ട ആളിൽ നിന്ന് കിട്ടിയ തല്ലേ ഹോസ്പിറ്റലിൽ പോയി ചികിത്സിച്ചില്ലെങ്കിലേ പിന്നെ ആകെ പ്രശ്നമാവും. കുറച്ച് കഷ്ടപ്പെട്ടെങ്കിൽ എന്താ, ആ വലിയ സത്യം തെളിയിക്കാൻ പറ്റിയില്ലേ? എന്തായാലും എന്റെ കഴുത്തിൽ മിന്നി കെട്ടിയത് ആരാണെന്ന് തിരിച്ചറിഞ്ഞല്ലോ. ഇനി പ്രശ്നമില്ല. നിങ്ങൾ ഇതെന്തൊക്കെയാ പറയുന്നേ? അപ്പോ അപ്പച്ചിക്ക് ഇതൊന്നും അറിയില്ലേ? ദിനേശൻ എന്താ സിനിമ കഥയാണെന്ന് പറഞ്ഞു തുടങ്ങിയതാ. അതെന്താ ഏതാന്നൊന്നും എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതെ, ഇവിടുത്തെ റൂമുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്താ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. എന്ത് മനസ്സിലാവൂന്ന്? അല്ല, ഒരു പർദ്ദ കണ്ടുകിട്ടിയെന്ന് വരുമല്ലോ. ശരിയാ, എന്നാ നമുക്ക് ഇവിടെ എല്ലാം ഒന്ന് നോക്കിയാലോ? എല്ലാരും ഒന്ന് എങ്ങോട്ടാ? ഇവിടെ റൂമുകളിലൊക്കെ ഒന്ന് നോക്കാം. അത്ര പെട്ടെന്നൊരു പർദ്ദ മാറ്റി മറ്റെവിടെ ഒളിപ്പിക്കാനാ? അതെ, നോക്കാന്നേ. സിനിമ കഥയാണെന്ന് പറഞ്ഞ് ഇവിടെ മുറികളിലൊക്കെ കയറി അന്വേഷിക്കുന്നത് എന്തിനാ? എന്ത് കാര്യം അതുകൊണ്ടുള്ളത്? അപ്പച്ചി ഒന്ന് മാറിയതേ, ഞങ്ങൾക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. എന്ത് സംശയം? പറയ്. അത് എന്താ കാര്യം എന്ന് പറയും സഞ്ജു, ഞാൻ മറുപടി പറയും. ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ട് തന്നെയാ ഞാൻ അവിടേക്ക് ചെന്ന്. പക്ഷെ കവിത ഇളയമ്മയായി അതിനൊരു ബന്ധവും ഇല്ല. ലച്ചുവിന്റെ കഴുത്തിൽ താലി കെട്ടിയത് ഇവിടെ ആരും അല്ലെങ്കിൽ പിന്നെ സഞ്ജുവും ഇവിടെയുള്ള എല്ലാരും ഇത്ര പരിഭ്രമം കാണിക്കുന്ന എന്തിനാ? അതാ എനിക്ക് മനസ്സിലാവാത്ത. വെറുതെ ഏതോ സംശയത്തിന്റെ പേരില് സംഘം ചേർന്ന് മറ്റുള്ളവരുടെ ബെഡ്റൂം പരിശോധിക്കുക. സത്യത്തില് ഇതൊക്കെ ചീപ്പ് ഏർപ്പാടാ. മറ്റുള്ളവരുടെ കാര്യം പോട്ടെ, സഞ്ജുവിനും ചെറിയച്ഛനും ഇതെങ്ങനെ സാധിക്കുന്നു എനിക്ക് മനസ്സിലാവാത്ത. എന്തിനാ ഇളമ എങ്ങനെ എല്ലാരും കൂടി ക്രോസ് വിസ്താരം ചെയ്യുന്ന? ഇതത്ര ശരിയല്ല കേട്ടോ. എന്റെ പൊന്നു മോളെ, ഞാൻ വിശക്കുന്നു, എനിക്ക് ഭക്ഷണം കഴിക്കാൻ പോണെന്ന് പറഞ്ഞു പോയതാ. ഇവള് സമ്മതിക്കുന്നില്ല. എന്നെ പിടിച്ചു നിർത്തി എന്താ സിനിമ കഥ പറയുക? ഇളമ വരും, വിശക്കുന്നെന്നല്ലേ പറഞ്ഞ്, എന്തെങ്കിലും കഴിക്കാം വന്ന്. ഇളയമ്മ വരൂന്നേ. ആരും റൂമിൽ ഒന്നും കയറാൻ പോകുന്നില്ല. അത്ര കൾച്ചർലെസ് അല്ല ഇവരൊന്നും. വാ. കണ്ടില്ലേ, നമ്മൾ ഇതെല്ലാം പറഞ്ഞപ്പോ അവരുടെ ഭാവം കണ്ടില്ലേ? സംശയമില്ല, മുത്തശ്ശനും മുത്തശ്ശിയും പിടിച്ചു കിട്ടിയത് കവിത അപ്പച്ചി തന്നെയാ. ഇത്രയും വലിയ ക്രൂരതകൾ ചെയ്യാൻ മടിക്കാത്തവരവര്. ഇനി ഈ വീട്ടിൽ ആരെയും കൊല്ലാൻ അവര് മടിക്കില്ല. സൂക്ഷിക്കണം. അവിടെ നടന്ന സംഭവങ്ങൾ എനിക്കിപ്പോഴങ്ങോട്ട് വിശ്വസിക്കാനാവുന്നില്ല. സഞ്ജുവിനും മോൾക്കും എതിരെ എന്തെല്ലാം സംഭവങ്ങളാ നടക്കുന്നത്. ഇപ്പൊ ഇത് ചെയ്തവർക്ക് ഉള്ളിൽ എത്രമാത്രം ക്രൂരതയുള്ള, അല്ലെങ്കിൽ അച്ഛനെ അമ്മയെ ഇങ്ങനെ അവിടെ പിടിച്ചു കെട്ടി വെക്കുവോ?
അച്ഛനെ അമ്മയെ അവിടെ പിടിച്ചു കെട്ടി വെച്ചിരിക്കാന്ന് അറിഞ്ഞ ആ നിമിഷം ഞാൻ അവരയച്ച് ആ കാറിൽ കയറിപ്പോയി. പക്ഷേ മോൾ എന്ത് ധൈര്യത്തിലാ ആ കാറിൽ ഒളിച്ചു കയറി വന്നേ? അമ്മ എന്നോട് ഒന്നും പറയാതെയല്ലേ പോയെ. പിന്നെ ഞാൻ ഒന്നും ചിന്തിച്ചില്ല. അമ്മയല്ലേ കാറില്. അപകടത്തിലേക്ക് അമ്മ പോകുന്നെന്ന് എനിക്ക് മനസ്സിലായി. എങ്ങനെയും എന്റെ അമ്മയെ രക്ഷിക്കണമെന്ന് മാത്രമേ അപ്പ എന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അതാ ഞാനും കാറിൽ കയറി വന്നേ. അതെന്തായാലും നല്ല തീരുമാനമായിരുന്നില്ലേ അമ്മേ? ഒരു കണക്കിന് മോളെ ഒപ്പം വന്നതാ നന്നായേ. അതാ കൃത്യസമയത്ത് സഞ്ജുവിനെയും ഗോവിന്ദനെയും വിവരം അറിയിക്കാൻ മോൾക്ക് പറ്റിയത്. അല്ലെങ്കിൽ ഞാനും ഇവിടെ പെട്ടുപോയേനെ. എന്തായാലും വലിയ അപകടമൊന്നും ഉണ്ടാവാതെ എല്ലാവരും രക്ഷപ്പെട്ടല്ലോ. അത് മതി. നമ്മുടെ ഓരോ ചലനങ്ങളും അത്ര കൃത്യമായി അറിയുന്ന ആരോ അതിന് പിന്നിൽ. അതാരാണെന്ന് എനിക്ക് മനസ്സിലാവാത്ത. അമ്മേ, കള്ളൻ കപ്പലിൽ തന്നെയുണ്ട്. അമ്മയുടെ ശുദ്ധ മനസ്സുകൊണ്ട് മനസ്സിലാവാത്തതാ. മോൾക്കിതിന് പിന്നിലുള്ള ആളെ ശരിക്കും അറിയാല്ലേ? ആരാ മോളെ? ആരെന്നൊന്നു പറയേ. പറയാമേ, അതിനുള്ള സമയമായിട്ടില്ല. എന്നാലും ഈ കുടുംബത്തോട് ഇത്രയൊക്കെ ദ്രോഹം ചെയ്യുന്ന ആള് ആരാണെന്ന് അറിയണ്ടേ? ഇനി വലിയ താമസം ഉണ്ടാവില്ലമ്മേ. അമ്മ മാത്രല്ല, ഈ വീട്ടിലെ എല്ലാവരും അറിയും ഈ കുടുംബത്തെ നിരന്തരം ദ്രോഹിക്കുന്നത് ആരാണെന്ന്. അതും വെറുതെയല്ല, തെളിവ് സഹിതം. അതിനമ്മേ ഇനി എന്റെ ശ്രമം ഈ കുടുംബത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ആ ആളെ തെളിവ് സഹിതം എല്ലാവരുടെ മുന്നിലും ഹാജരാക്കും. അമ്മ നോക്കിക്കോ. മോളെ, സംഗതിയൊക്കെ നല്ലതാ. പക്ഷെ അതാരായാലും അവരും നിസ്സാരക്കാരല്ല. എന്ത് ക്രൂരതയും ചെയ്യാൻ മടിക്കാത്തവരാ. മോള് കൂടുതൽ സൂക്ഷിക്കണം. എന്നെ രക്ഷിച്ചത് ഈ കുടുംബ. എന്നെ അത്രയും സ്നേഹിക്കുന്ന എന്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ അമ്മേ? ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കാം അമ്മൂന് നല്ലത് മാത്രം വരണേന്ന്. എനിക്കതിന് മാത്രമേ കഴിയൂ മോളെ. മോളെ, അവിടെ അച്ഛനെയും അമ്മയും എല്ലാരെയും രക്ഷപ്പെടുത്താൻ വേണ്ടി ദൈവത്തിന് ഞാൻ കുറെ വഴിപാടുകളൊക്കെ നേർന്നു. എന്റെ മോള് ക്ഷേത്രത്തിൽ പോണം. ആ വഴിപാടുകളൊക്കെ നടത്താൻ വേണം. എന്നാ അമ്മ കൂടി വന്നോ. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോ അമ്മയുടെ മനസ്സിനും കുറെ സമാധാനം കിട്ടും. അതല്ല മോളെ, കുറച്ചു മുൻപ് നടന്ന സംഭവങ്ങൾ എന്റെ മനസ്സിനെ വല്ലാതെ ഉലച്ചിരിക്കുക. ഇപ്പൊ ഞാൻ വരുന്നില്ല. മോള് പോയിട്ട് വന്നാ മതി. ശരി അമ്മേ. അയ്യോ, മോളൊന്ന് നിന്നേ. അല്ലെങ്കിൽ വേണ്ട, മോൾ ഒറ്റയ്ക്ക് പോണ്ട. അല്ല, ഇവിടിപ്പോ ഒപ്പം വരാൻ ആരാ ഉള്ളേ? ആ, ഗോവിന്ദുണ്ട്. ക്ഷേത്രത്തിലേക്ക് ഗോവിന്ദനെ കൂടി കൂട്ടിക്കോ. അയ്യോ, അത് സാരല്ലമ്മേ, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. വേണ്ട, എനിക്ക് പേടിയാ. മോള് ഗോവിന്ദനെ കൂട്ടി പോയാ മതി. ഞാൻ ഗോവിന്ദനോട് പറയാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.